സുഗിത. അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് വാവാച്ചി കൊല്ലം എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വാവാച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് ചെല്ലപ്പേരാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വീട്ടിൽ വിളിക്കുന്നത് മണിക്കു, മണിക്കുട്ടി, വാവാച്ചി 3 പേരുണ്ട്. എൻ്റെ ഒറിജിനൽ പേര് സുജിത സുരേഷ് എന്നാണ്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ മാക്സിമം എൻ്റെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പം എനിക്ക് വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇവിടെ ഒന്നും ഇല്ല. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് പറഞ്ഞത്, മോളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും മോളെ, ചിലപ്പോൾ അതിൽ നിന്ന് നമ്മൾ വിജയിച്ചാൽ രക്ഷപ്പെട്ടില്ല, നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ്. അപ്പം വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. മാക്സിമം നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതാണ് എൻ്റെ വീട്ടിൻ്റെ അടുക്കള ഗൈസ് കേട്ടോ. അപ്പോൾ വീട്ടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ചെറിയൊരു വീടാണ്, വാർത്തൊരു വീടാണ്, പക്ഷെ വീട്ടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അടുക്കള ഇരുന്നുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം അരി അടുപ്പത്ത് ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചോറ് ഉപയോഗിക്കണം. വേവാറായി, അരി വേവാറായി. ഇനിയിപ്പം ചോറ് വെച്ച് എന്തെങ്കിലും തട്ടിക്കൂട്ട് കറിയൊക്കെ വെച്ച് അങ്ങ് ചോറ് തിന്നുക. അപ്പം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്താ പറയുക, എൻ്റെ സ്ഥലം വന്നിട്ട് കൊല്ലം പരവൂരാണ്. ഞാൻ കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ദേവീക്ഷേത്രം കഴിഞ്ഞിട്ടുള്ള റൂട്ടാണ്. കലക്കോട് ഞാറോടാണ് ഒറിജിനൽ. നമ്മുടെ ഓരോ മുക്കൂർ ഓരോ പേരുണ്ടല്ലോ, പരവൂർ, കൊല്ലം, അങ്ങനെ അങ്ങനെ. അപ്പം അതിൽ കലക്കോട് ഞാറോടുള്ളതാണ് ഞാൻ. അപ്പം വീഡിയോ ചെയ്യുമ്പം വലിയ ക്ലിയറും കാര്യങ്ങളൊന്നും എൻ്റെ വീഡിയോയിൽ കാണത്തില്ല. കാരണം തുടക്കത്തിലേ പറയാം, എന്താ പറയുക, ടച്ചിൻ്റെ ഫോണാണെങ്കിലും വലിയ ക്ലിയർ ഇല്ല സത്യം പറഞ്ഞിട്ട് ഫോണിന്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും പുകച്ചിൽ, ഇരുട്ടും കാര്യങ്ങളെല്ലാം കാണും കേട്ടോ. അപ്പം എന്താ പറയുക, അപ്പം ആരെങ്കിലുമൊക്കെ മാക്സിമം വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പം എന്താ പറയുക, എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, എനിക്ക് ചേട്ടനുണ്ട്. പിന്നെ ഇവിടെ ഒരു പട്ടിയുണ്ട്, അവൻ്റെ പേര് ചക്കുറു എന്നാണ്. പിന്നെ ഒരു കറങ്ങും പൂച്ചയുണ്ട്. അപ്പോൾ ഇവിടെ കറങ്ങിയടിച്ച് നിൽക്കുന്നുണ്ട്, ഇപ്പം എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. ഇവർ രണ്ടുപേരാണ് എനിക്ക് വീട്ടിൽ കൂട്ടുള്ളത്. അവർ രണ്ടുപേരാണ്. അമ്മ ജോലിക്ക് പോയിരിക്കുക, അമ്മ രാത്രി വരും. അച്ഛനും അമ്മയും സാധാ കൂലിപ്പണിക്കാരാണ് രണ്ടുപേരും. അപ്പം ഞാനൊരു ഷോപ്പിൽ നിൽക്കുമായിരുന്നു, തുണിക്കടയിലാണ്. അപ്പം ഇപ്പം വല്ല കച്ചവടവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം വീട്ടിലാണ്. അവൻ ലീവാണ് നമ്മൾ. അപ്പം കുറച്ച് പേര് ലീവാണ്. അങ്ങനെ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുക. തുണിക്കടയൊന്നും വലിയ ഇതൊന്നും ഇല്ല. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ചുമ്മാ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിൽ വിജയിക്കുകയാണെങ്കിൽ വിജയിക്കട്ടെ. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. ഞാൻ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു. എല്ലാവരും ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ യൂട്യൂബ് ചാനൽ ഇങ്ങനെ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ തുടങ്ങിയത്. അപ്പം എന്താ പറയുക, വീഡിയോയും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ഞാൻ ചെയ്തിട്ടില്ല. ഇൻസ്റ്റയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും യൂട്യൂബിൽ അങ്ങനെ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പം വീഡിയോ കാണുന്നവർ മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. പിന്നെ എന്താ പറയുക, അരി അടുപ്പത്തിട്ടിരിക്കുന്നു. ഇനി ചോറ് വേവാറായി. ഇനിയിപ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ടി കറിയൊക്കെ വെച്ച് ചോറൊക്കെ തിന്നണം. അപ്പം നിങ്ങളെല്ലാവരും ചോറൊക്കെ കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. ചോറ് കഴിക്കാൻ 10-11 മണിയായുള്ളൂ. കാപ്പിയൊക്കെ കുടിച്ചാണത്തേ ഉള്ളൂ അല്ലേ നിങ്ങൾ? അപ്പം എന്താ പറയുക, എന്തിനാണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഗൈസ്. അപ്പോൾ വീടിൻ്റെ പണിയൊക്കെ ആരോ പറഞ്ഞായിരുന്നു വീടൊന്ന് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞ്. കാണിച്ചു തരാം, ഞാൻ വീഡിയോ കാണിച്ചു തരാം. അത് വേറൊരു വീഡിയോയിൽ എൻ്റെ വീടൊക്കെ കാണിച്ചു തരാം. വലിയ വാർത്ത വീടാണ്. വലിയ പണിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല എൻ്റെ വീട്ടിൽ സത്യം പറഞ്ഞാൽ. അപ്പം എന്താ പറയുക, ഞങ്ങൾ 4 പേരാണ് എൻ്റെ വീട്ടിൽ, നമ്മളെ വീട്ടിൽ. അപ്പം എന്തിന് പറയണമെന്ന് എനിക്കറിഞ്ഞില്ല ഗൈസ്. അപ്പം എന്താ പറയുക, നാളെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമാണ്. നാളെ കാടിജാതി അമ്മൂമ്മ ക്ഷേത്രം എന്ന് പറയും, അവിടെ ഉത്സവമാണ്. അപ്പം അവിടെ പോകണം. ഇന്നലെ ഞങ്ങളുടെ താഴത്തെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അവിടെ പോയി ആ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പൊളിച്ച്. ഇന്നലെ ആയിരുന്നു എൻ്റെ ജന്മനാൾ. അപ്പോൾ കേക്കൊക്കെ തിന്നിതാണ്ട് പാത്രമൊക്കെ കാലിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. കേക്കൊക്കെ സജ്ജിയിരുന്നത് ഇടവിട്ട് ഞാൻ തിന്നു. അപ്പം എൻ്റെ പൂച്ചേനെ കാണിച്ചു തരാവേ. ഇങ്ങ് വന്നേടാ, ഇന്ന് വാ നീ. അതാണ്ടേ ഇവിടുത്തെ പുരുഷനാണ് കേട്ടാ. ഇവിടുത്തെ ഒരു പുരുഷനും കൂടെ ഉണ്ട്, അവൻ കിടക്കുന്ന, അവൻ ചക്കുറു. ഇവൻ കറമ്പനാണ്. ഇവനെ മോനേനാ കറമ്പാന്നൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര സ്നേഹമാണ് അല്ലേടാ. ഉമ്മന്നേ ചേച്ചി. അവൻ കവിളി വെച്ച് കടിച്ചു കേട്ടോ. അവൻ നല്ല കടിക്കും. ഈ ഉമ്മ തരാൻ പറഞ്ഞ ഉമ്മ തരും. എന്നിട്ട് ഇതാ എന്നെ കവിളിൽ വെച്ച് കടിച്ചു തന്ന്. രാവിലെയും വൈകിട്ടും ഇതിന് ഞാനാ നോക്കുന്നതും ചോറ് കൊടുക്കുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് കാണിച്ചേടാ, ഡേയ്
ഭയങ്കര കലിപ്പിലാണ് കേട്ടോ. അവന് 24 മണിക്കൂറും മീൻ വേണം. പക്ഷെ മീനില്ലെങ്കിൽ അവൻ ചോറൊക്കെ കഴിക്കും കേട്ടോ. പാവമാണ്. എനിക്ക് സത്യം പറഞ്ഞ പൂച്ചേനെയും പട്ടീനെയും തത്തേനെയും ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ മനുഷ്യർക്ക് ആ ഒരു സ്നേഹവും ഇല്ല കൊടുത്താൽ. പക്ഷെ ഇവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നേരത്തല്ല അവർ മരിക്കുന്നവരെ ആ ഒരു സ്നേഹം നമ്മളവിടെ കാണിച്ചിരിക്കും. പട്ടിയും പൂച്ചേൻ്റെ അടുത്തൊക്കെ കാണിച്ച്. എനിക്കൊരു തത്തയുണ്ടായിരുന്നു. തത്ത സംഭവം ഞാൻ ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ തത്ത കൂടും തുറന്ന് പറന്നുപോയി. അച്ഛനാ പറഞ്ഞത് പറന്നുപോയെന്ന്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. തത്ത പറന്നു പോയല്ലോ എന്ന് പറഞ്ഞ്. അപ്പം എന്താ പറയുക, എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ പുറ്റിങ്ങൽ പൂരമായി. പുറ്റിങ്ങൽ ദേവീക്ഷേത്രം പരവൂര്. അത് അറിയാം, കാരണം പരവൂരില്ല കമ്പമൊക്കെ പൊട്ടി ഒത്തിരി പേര് മരിച്ച ഒരു നടയാണ്. പക്ഷെ കാരണം നമ്മളെ ഈ പരവൂര് കമ്പം എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ പരവൂര് പുറ്റിങ്ങൽ ദേവീക്ഷേത്രമാണ്. അങ്ങനെയാണ് നമ്മുടെ സ്ഥലം തന്നെ. എവിടെ ചെന്നാലും പരവൂരുള്ള ആളാണെന്ന് പറയുമ്പോൾ ഇല്ല പുറ്റിങ്ങൽ ക്ഷേത്രം അവിടെയാണോ എന്ന് ചോദിക്കും. അവിടെയാണ്. പുറ്റിങ്ങൽ പൂരമൊക്കെ ആയി. ഇനിയിപ്പോൾ ഉത്സവത്തിനൊക്കെ പോകണം, ചെത്തണം, പൊളിക്കണം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം എന്താ പറയുക, അടുക്കളയിൽ ഇനി കുറച്ച് ജോലിയുണ്ട്. കറിയൊക്കെ വയ്ക്കണം. അപ്പം അച്ഛൻ വരും. അപ്പോൾ അച്ഛന് ചോറൊക്കെ കൊടുക്കണം. അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ. ബൈ.